ഇന്ന് ഞാനുള്ളത് ഗോകർണയിലെ മിർജാൻ ഫോർട്ടിലാണ്. ഗോകർണയിൽ വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പ്ലേസാണ് മിർജാൻ ഫോർട്ട്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മിർജാൻ ഫോർട്ടിലാണ്. ഇവിടുത്തെ കാഴ്ചകൾ പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പൊ നമ്മളുള്ളത് കർണാടകയിൽ തന്നെ ഏറ്റവും ടൂറിസം മാപ്പിൽ ഏറ്റവും അടയാളപ്പെടുത്തിയിട്ടുള്ള മിർജാൻ ഫോർട്ടിലാണ്. ഈ ഒരു ഫോർട്ടിന്റെ പ്രത്യേകത എന്നുള്ളത് 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ടയാണിത്. ഒരു പക്ഷേ യൂറോപ്യന്മാരെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കാൻ സ്വാധീനിച്ചത് അവരുടെ വ്യാപാര മോഹങ്ങളായിരുന്നു. ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് 16ാം നൂറ്റാണ്ട് കാലം മുതൽ നോർത്ത് ഇന്ത്യയിലേക്ക്, ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗങ്ങളിലേക്ക് കുരുമുളക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു വലിയ ഒരു കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വന്ന പോർച്ചുഗീസുകാർ ഉൾപ്പെടെ ഈ സ്ഥലങ്ങൾ കീഴടക്കിയ ഒരു ചരിത്രം കൂടെ ഈ ഒരു സ്ഥലങ്ങൾക്ക് നമുക്ക് പറയാനുണ്ട്. ചരിത്രപരമായി രാഷ്ട്രീയപരമായി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കോട്ടയാണ് ഈ കോട്ട. നമ്മൾ ശരിക്കും ഗോവയിലേക്ക് പോകുന്ന ഒരു റൂട്ടിലാണ് നമ്മളിപ്പോൾ ഈ ഗോകർണയിലെ മിർജാൻ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. 1200കളുടെ ആദ്യത്തിലാണ് ഈ ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഇത് കണ്ടുപിടിച്ചത് നവായത്ത് സൽത്തനേറ്റ്സിന്റെ ഒരു നേതൃത്വത്തിലായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും പഴയൊരു കോട്ടയുടെ പ്രതാപം ഇപ്പോഴും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതിന്റെ ഒരു പ്രത്യേക കാരണം ഇതിന്റെ 4 വശത്തു നിന്നും നമുക്ക് ഈ ഒരു നഗരത്തിന്റെ 4 വ്യത്യസ്ത കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. അത്രയും വലിയൊരു മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഈ ഒരു പ്രദേശങ്ങള്. ആ ഒരു അത്രയും വളരെ മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഇത്രയും നൂറ്റാണ്ടുകൾ ഈ ഒരു കോട്ട ഇതേപോലെ നിലനിന്നു എന്നുള്ളത് നമ്മുടെ അക്കാലഘട്ടങ്ങളിലെ നിർമ്മാണ രീതിയുടെ വലിയൊരു പ്രത്യേകതയാണ്. പക്ഷേ നമുക്ക് അറിയുന്ന പോലെ ഇന്ത്യയിൽ മറ്റു പൗരാണികമായിട്ടുള്ള നമ്മുടെ ഇതുപോലുള്ള നിർമ്മിതികൾ സംരക്ഷിക്കുന്നതിൽ ഇപ്പോഴും വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇല്ല എന്ന് നമുക്ക് ഇവിടെയും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എത്തുന്ന ആളുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും മതിയായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ കിണറ് അത് എന്താ പറയാ, കിണറല്ല അത് ആക്ച്വലി. അത് അന്ന് രാജാവ് ഈ നാട് ഭരിക്കുമ്പോ ഇതിന് ചുറ്റുഭാഗത്തുള്ള കർഷകരുണ്ടല്ലോ, അപ്പൊ ആ കർഷകർ എന്ത് ചെയ്യും, അവരുടെ ആ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം കൊടുത്തിട്ട് രാജാവിന് കൊടുത്തിട്ട് ഒരു മാസത്തിലൊരു ദിവസമോ വർഷത്തിലൊരു ദിവസം എന്തോണ് കണക്ക് ഇത് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ആ കിണറിൽ അങ്ങനെ ഇട്ട് നിറക്കും. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവര് ബാക്കിയുള്ള ഒരു വർഷത്തേക്കുള്ള ആവശ്യങ്ങൾ കഴിക്കും. അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു കിണറാണത്. അതിനകത്ത് ഇതാണ് ഗോകർണയിലെ മിർജാൻ ഫോർട്ട്. മിർജാൻ ഫോർട്ട്